നമസ്കാരം. ഇന്ന് രാവിലെ മോർണിംഗ് വാക്ക് ഇല്ലായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് പരീക്ഷ. അതുകൊണ്ട് ഭാര്യയും കൊച്ചുങ്ങളും ഒക്കെ പഠിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പൊ എന്നും ഞാൻ ഈ ലൈവ് പറയുന്നോണ്ട് ഇന്ന് പറയാതിരിക്കാൻ, ഇപ്പൊ നമുക്കിതെന്ന് പറഞ്ഞാൽ ഇപ്പം വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ ചെറിയ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ജീവിതത്തിൽ നെഗറ്റീവായ തോട്ടുകൾ കൂടുതൽ വരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം എന്താണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചിന്ത വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ സഹകരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. അത് നെഗറ്റീവ് പറയുന്നവര്, അതോടൊപ്പം തന്നെ പോസിറ്റീവ് പറയുന്നവര്. അപ്പൊ എപ്പോഴും നമുക്ക് ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവ് മാത്രം പറയുന്നവരെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങളിൽ കുറെ അടുക്കും ചിട്ടയും കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരെ നമ്മുടെ കൂടെ നിർത്തണം, ആരെ നമ്മുടെ കൂടെ നിർത്തണ്ട, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾക്ക് കാരണം എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുടെ മറുപടി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കഥ പറയാമെന്ന് വിചാരിക്കുന്നു. ആ കഥയോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് ആൾക്കാരെ തിരിച്ചറിയുന്ന, നെഗറ്റീവ് ആൾക്കാർ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ, അവർ നിങ്ങളുടെ കൂടെ ഇത്തരക്കാരുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറഞ്ഞു കൊടുത്ത വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തുറന്ന മനസ്സുകാരനാണ്. എല്ലാവരെയും കൂടെ നിർത്തണമെന്നും ഭയങ്കരമായ താല്പര്യമുള്ള ഒരാൾ. അത് കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും സമപ്രായക്കാരായാലും എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പല പ്രതിസന്ധികൾ വന്നു കയറിയപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് സംസാരിച്ചു. ഇതൊക്കെ തന്റെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ വളരെ പ്രയാസങ്ങളാണ് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ എന്താണ് ഞാൻ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തത്? അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായ ആളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ആരാണ് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടെ നിർത്തേണ്ടവരാരൊക്കെയാണ്. നമുക്ക് എല്ലാവരോടും സഹകരിക്കാം, സംസാരിക്കാം, പക്ഷെ നമ്മുടെ ചേർത്ത് നിർത്തേണ്ടത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു നെഗറ്റീവ് ആൾക്കാരെ പറ്റി പറയുമ്പോൾ ആ മനോഭാവമുള്ള ആൾക്കാരുടെ ലക്ഷണം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒന്ന്, അവർ ദോഷം മാത്രമേ പറയുന്ന ആൾക്കാരുണ്ടാവും എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്ത പറയും. അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് നമുക്ക് തരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് എന്ന് പറയുന്നത്, എപ്പോഴും വിമർശിക്കുന്ന ആൾക്കാരുണ്ടാകും. എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അവർ നമ്മളെ വിമർശനാത്മകമായി തന്നെ അതിനെ കാണുന്നു എങ്കിൽ അത്രക്കാൾ നെഗറ്റീവാണ്. അവരെ നമ്മുടെ കൂടെ നിർത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹം നെഗറ്റീവും പോസിറ്റീവും ഉള്ളതാണ്. ഞാനിത് പറയാൻ കാരണവും ഞാൻ പറഞ്ഞു. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന് വില തരില്ല. ചിലപ്പോൾ അവർ സമൂഹത്തിൽ നിങ്ങളെക്കാൾ ഉയർന്നവരാകും, അവരെ നിങ്ങൾ ബഹുമാനിക്കുന്നവരാകും, പക്ഷെ അവർ നിങ്ങൾക്ക് വില തരില്ല. അവർ പറയുന്നത് ശരി, അവരിച്ചിരി അപ്പിൽ നിങ്ങളോട് സംസാരിക്കും. എല്ലാവരെയും അവർ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനോഭാവം ഇത്തരക്കാർക്ക്, നെഗറ്റീവ് ആൾക്കാർക്ക് ഉണ്ടാകും. അവർ പോസിറ്റീവ് ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. എടേ, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലടേ, നീ ചുമ്മാ സമയം കളയല്ലേ, അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യങ്ങളല്ല, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല, നിനക്ക് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യ് എന്നിവർ പറയും. ആലോചിച്ചോണം, നിങ്ങളെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നവരുമായി പിന്നെ കൂട്ടുകൂടാൻ പാടില്ല. കാരണം ഇങ്ങനെ പറയുന്ന ആളുകൾ പറഞ്ഞാണ് പല കഴിവുള്ള ആൾക്കാരും വീട്ടിലടയ്ക്കപ്പെട്ടു പോയത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യുന്ന ഒരാളെ മടിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരിൽ ആത്മവിശ്വാസം ഇല്ലാത്തവരാ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവത്തില്ല. ഇവർ തൃപ്തിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഇവരെപ്പോഴും പരാതി പറയുകയും ചെയ്യും. അപ്പൊ നെഗറ്റീവായിട്ടുള്ള അടുത്ത ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊന്നും തൃപ്തി വരാത്തത് കൊണ്ട് അവർ അതിന്റെ നെഗറ്റീവ് വശം കൃത്യമായി പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഏറ്റവും അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ നെഗറ്റീവ് പറയുകയും താരതമ്യം ചെയ്യുകയും ചെയ്യും.
ആലോചിച്ചോണം. അപ്പൊ ഇവരെന്ത് ചെയ്യും? പരസ്പരം താരതമ്യം ചെയ്യും. അവനെ നോക്ക്, ഇവനെ നോക്ക്, നീ അങ്ങനെ നോക്ക്, നീ ഇങ്ങനെ നോക്ക്. നമ്മളെ താരതമ്യം ചെയ്യിപ്പിച്ച്, ഇടേ നീ ചുമ്മാ ആവശ്യമില്ലാതെ ഇത് പഠിക്കാൻ പോണ്ട, ഇത് നിന്നെ കൊണ്ട് നടക്കത്തില്ല, നീ എന്തിനടേ ഇപ്പൊ പഠിക്കും. ഇപ്പൊ ഞാൻ തന്നെ വയസ്സാം കാലത്ത് പഠിക്കുന്ന പറഞ്ഞ ചിലരോട് പറയും, നീ എന്തിനടേ വയസ്സാം കാലത്തൊക്കെ പോയി പഠിക്കും, ഇതുകൊണ്ടുള്ള ഗുണം എന്താടേ? ആലോചിച്ചോണം. നമ്മളുടെ ശരി ചെയ്യുന്നതിന് വേറെ ആരുടെയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൽ നമ്മൾ വേറൊരു കാര്യത്തിനകത്തും റിസ്ക് എടുക്കേണ്ടി അതിന്റെ ആവശ്യമേ ഇല്ല. നമ്മൾ ആരെയും താരതമ്യപ്പെടുത്തണ്ട. നമുക്ക് ആരോടും അസൂയ തോന്നാനും പാടില്ല. അസൂയ എന്ന് പറയുന്നത് നെഗറ്റീവ് ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണും നല്ല മിടുക്കന്മാരായിട്ടുള്ള അസൂയക്കാർ. അവന്മാരെന്ത് ചെയ്യുന്ന അറിയാമോ? നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്തിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അവന്മാർ അതിന്റെ നെഗറ്റീവ് വശം കണ്ടെത്തി പറയും. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷെ അവന്റെ മകനെ അതിന് വിടുകയും ചെയ്യും. കാരണം നിനക്ക് പറ്റത്തില്ലെന്നേ അവർ പറയും. അവർക്ക് പറ്റത്തില്ലെന്ന് പറയത്തില്ല, അവരുടെ കുടുംബത്തിൽ പറ്റത്തില്ലെന്ന് പറയത്തില്ല. പക്ഷെ നിങ്ങളോട് പറയും നിങ്ങൾ അത് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ് കൃത്യമായി പറഞ്ഞു തരും. ഇതിന്റെ എല്ലാം മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞു, ഇത്തരക്കാർക്ക് ഭയങ്കര വിശ്വാസക്കുറവാണ്. അവർക്കൊരു വിശ്വാസവും ഇല്ല, ആത്മവിശ്വാസം എന്ന് പറയുന്നത് തീരെ ഇല്ല. അതുകൊണ്ട് അവർ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ആരെങ്കിലും താഴ്ത്തി പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്തോ ഒരു വിശ്വാസക്കേടുണ്ട്. ഇനി അവ എന്നേക്കാൾ വലിയതാകുമോ? ഒരു കാര്യം കറക്റ്റാണ്, പോസിറ്റീവ് ശുഭാപ്തി വിശ്വാസമുള്ളവരായി നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ നിങ്ങളെ മോൾഡ് ചെയ്യുക. അപ്പൊ ഞാൻ പോയിന്റ് കുറച്ച് പറഞ്ഞു. ഒന്ന്, ദോഷം മാത്രം ഇവർ ചിന്തിക്കും. രണ്ട്, എല്ലാവരോടും ഒരു തരത്തിൽ വിമർശിക്കുന്നവരാണ്. ഇവർക്ക് ആർക്കും വില കൊടുക്കുന്ന കാഴ്ചപ്പാടുള്ളവരല്ല. ഇവർ പോസിറ്റീവ് ആൾക്കാരെ എന്തോ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്, പറ്റില്ല എന്ന് പറയുന്നവരാണ്. പിന്നെ ഞാൻ പറഞ്ഞത്, ഇവർ പരാതി പറയും, എന്ത് കിട്ടിയാലും അവർക്ക് തൃപ്തി വരാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അസൂയയും താരതമ്യം ചെയ്യുന്ന ഇവരുടെ ഒരു ശീലമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്വയം ഒരു വിശ്വാസക്കുറവ്, ആത്മവിശ്വാസത്തിന്റെ കുറവ് ഇവരിൽ വലുതായിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് ഇവരുള്ളിടത്ത് തന്നെ നിങ്ങൾ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ക്വിറ്റ് ദ പ്ലേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ സ്ഥലം തന്നെ വിട്ടിട്ടങ്ങ് മാറിപ്പോകുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയോ വലിയ രീതിയിൽ വരേണ്ടവരാണ്. നിങ്ങൾ ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ അടുത്താ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പള്ളിയിൽ കാണും, അവർ നിങ്ങളുടെ ജോലി സ്ഥലത്ത് കാണും, നിങ്ങളുടെ പഠന സ്ഥലത്ത് കാണും, നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത്തരക്കാരുണ്ടാവും. ഇവർ നിങ്ങളെ സമർത്ഥരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരഞ്ഞു പിടിച്ച് ഇത്തരത്തിലേക്ക് ഉള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുറ്റുപാടിനെ ഇത് ബാധിക്കും. അവരുടെ നെഗറ്റീവ് എനർജി ആ ചുറ്റുപാട് മൊത്തം പറയും. അങ്ങനെയാണ് പലർക്കും രോഗങ്ങൾ വരെ ഉണ്ടാവും, ഇല്ലാത്ത രോഗങ്ങൾ വരെ ഉണ്ടാക്കി തരും. മനസ്സിലായോ? അപ്പൊ അവർ ചുറ്റുപാടിനെ നെഗറ്റീവ് ആവും. അവിടെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ആ പ്ലേസ് തന്നെ ക്വിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചെങ്ങാത്തം കൃത്യമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. പരിഹാരം കാണാതെ ഇവരെന്ത് ചെയ്യുന്നത്? കൂടുതൽ പ്രശ്നങ്ങളെ പറ്റി കടുത്ത ശ്രദ്ധ കൊടുക്കും. ഇവർക്ക് പരിഹാരം പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു കാര്യം കൃത്യമായി എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ പഠിച്ചോണം. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായി, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് പോസിറ്റീവ് എനർജി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ അടുത്ത വശത്തിലേക്ക് ശ്രമിക്കുക. അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോഴാണ് എന്റെ പ്രോബ്ലം ഇന്നതാണ്, ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നിങ്ങൾ കരുത്തരായി മാറുന്നത്. എന്റെ പ്രശ്നം ഇന്നതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് കരുത്തരായി മാറും. പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. എല്ലാരും പറയും, ഓ ദൈവമേ എനിക്കങ്ങ് പ്രശ്നങ്ങളാ, ഓ ഗോഡ് ഐ ഹാവ് ഭയങ്കരമായ പ്രോബ്ലംസ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അങ്ങനെ പറയുന്നതിന് പകരം ഓ പ്രശ്നമേ എനിക്ക് വലിയ ദൈവമുണ്ട് എന്ന് പറയാം. അതിനൊക്കെയാണ് നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചിലരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ വള്ളി കെട്ടിയിട്ട് അത് പോസിറ്റീവ്, ഇതുണ്ടായതുകൊണ്ട് എന്നെ പ്രേതം ബാധിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തകരില്ല എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഈ പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് ഓർത്തിരുന്നോണം. പിന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ഇവർ പഴമ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിന്റെ അപ്പന്റെ അവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കിളയ്ക്കാൻ വന്നിരുന്നവരാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചമർത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പഴയ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇവർ വലിയ ആളാണെന്ന് പറഞ്ഞ് നിർത്താൻ പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കേൾക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയാർജിത ശക്തികളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇവർ ഭയവും സംശയവും നിങ്ങൾ ജനിപ്പിക്കും. നിങ്ങളോട് ഇങ്ങനെ കറക്റ്റായിട്ട് അടിച്ചല്ലേ പറയുന്നത്. ആ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ ഈ വിഷയത്തിൽ ഈ നെഗറ്റീവ് ആൾക്കാർ ഭയവും സംശയവും നിങ്ങളുടെ ജീവിതത്തിൽ തരും.
ഹായ് നിഷാദെ. അപ്പം ഈ ഭയവും സംശയവും നിങ്ങളുടെ ജീവിതത്തിൽ തരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഭയത്തിന്റെ പിന്നാലെ പോകും, സംശയത്തിന്റെ പിന്നാലെ പോകും. ഈ സംശയവും ഭയവും നിങ്ങളെ നെഗറ്റീവാക്കി മാറ്റും. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? വേണം ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഈ കഥ എന്താന്ന് വെച്ചാൽ ഞാൻ വായിച്ചത് ഇത് ശിവഖേരയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അതിനകത്ത് ഒരു വ്യക്തിക്ക് ഒരു നല്ല സുഹൃത്ത്, ആ സുഹൃത്തിന് ഒരു വേട്ടപ്പട്ടിയുണ്ട്. ആ വേട്ടപ്പട്ടിയെ കിട്ടിയപ്പോൾ ആ വേട്ടപ്പട്ടിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കടലിന്റെ മുകളിലൂടെ ഓടി അത് മുങ്ങിപ്പോകാതെ ഓടാനുള്ള കഴിവ് ആ വേട്ടപ്പട്ടിക്കുണ്ട്. അപ്പൊ തന്റെ വേട്ടപ്പട്ടിയുടെ ഗുണഗണങ്ങൾ തന്റെ സുഹൃത്തിനെ ഒന്ന് കാണിക്കാം. ഈ സുഹൃത്ത് ഒന്നാന്തരം നെഗറ്റീവിന്റെ ആളാണ്. ഈ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കണ്ടുപിടിച്ച ആളാണ്. അയാൾക്ക് എന്തോ ചെയ്യുന്നു, ഈ നെഗറ്റീവ് മനോഭാവമുള്ള ഈ സുഹൃത്തിനെയും കൊണ്ട് തന്റെ ആ കൂട്ടുകാരൻ എവിടെ പോകുന്നു? കടലിന്റെ അടുത്ത് പോവാ. അന്നേരം ഇവൻ എന്തോ ചെയ്തു? കടലിനവിടെ ചെന്നപ്പം ഇവന്റെ മനസ്സിലൊരു സംഭവമുണ്ട്. എന്റെ സുഹൃത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ പട്ടിയുടെ ഗുണഗണങ്ങൾ കാണിക്കണം, അവനോട് മിണ്ടണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയപ്പം കടൽക്കരയിൽ നിന്നപ്പം കാണാൻ ദൂരെ ഈ കടൽക്കാക്ക, ഈ പക്ഷികൾ എന്ത് ചെയ്തു? കടലിന്റെ മുകളിൽ പറക്കും. അപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് 2 വെടി അങ്ങ് കൊടുക്കും. വെടി കൊടുക്കുമ്പോഴത്തേ എന്ത് ചെയ്യും? ഇവിടെ ഈ പക്ഷി വെള്ളത്തിന് മുകളിൽ എന്ത് ചെയ്യും? വീഴുന്ന സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ വേട്ടപ്പട്ടി എന്ത് ചെയ്യും? കടലിന്റെ മുകളിൽ കൂടെ ഓടിപ്പോയി ആ പട്ടി എന്ത് ചെയ്യും? ആ പക്ഷിയെ എടുത്തുകൊണ്ട് തിരിച്ചു വരും. അപ്പൊ നമ്മുടെ കഥാനായകനെ ഈ കൊണ്ടുപോയ സുഹൃത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ പട്ടി കൊണ്ടുവരുമ്പോ ഇവ ഇത് പറയും, നിന്റെ പട്ടി സൂപ്പർ ആണല്ലോ, ഭയങ്കര കഴിവാന്നല്ലോ. ഇതിന് പകരം ഇവ എന്ത് ചെയ്ത്? പട്ടി ഇതും എടുത്തുകൊണ്ട് വന്നപ്പം ഇവന്റെ അടുത്ത ഡയലോഗ് കേൾക്കണം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നിന്റെ പട്ടിക്ക് നീന്താൻ അറിയത്തില്ലല്ലേ? നമ്മൾ ആലോചിച്ചോണം. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതിശയകരമായ പ്രവൃത്തി നിങ്ങൾ കാണിച്ചാൽ പോലും ഈ പറയുന്ന നെഗറ്റീവ് ചിന്താഗതി ഉള്ള നിങ്ങളുടെ സുഹൃത്ത് അതിന്റെ നെഗറ്റീവ് വശം കണ്ടെത്തും. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ എന്നോട് കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് വിളിച്ച ആളുടെ പ്രശ്നം ഇതായിരുന്നു. ജീവിതത്തിൽ മറ്റുള്ളവരാൽ സമ്മർദ്ദപ്പെട്ട് നെഗറ്റീവ് ചിന്തയിലേക്ക് അടിമപ്പെട്ടു പോകുന്ന മനോഭാവം. അദ്ദേഹത്തിനോട് ഞാൻ ഈ കഥ പറഞ്ഞു. ഒരു കാര്യം ആലോചിച്ചോണം, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ. അപ്പൊ അതിന്റെ നെഗറ്റീവ് വശം കണ്ടെത്തുന്നവൻ സുഹൃത്താണോ? അല്ല. നിങ്ങളുടെ നന്മയും അവരുടെ നന്മയും ഒക്കെ ഒരുമിച്ച് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ സർക്കംസ്റ്റാൻസസിനോട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. ചാൾസ് ഡീക്കൻസിന്റെ ഒരു പുസ്തകം, ഇത് ക്യാരക്ടേഴ്സ് ഡെസ്റ്റിനി എന്ന് പറയുന്നൊരു പുസ്തകം നിങ്ങൾ സമയം കിട്ടിയ അതിനകത്ത് ഒതല്ലോടെ കഥയിലൊക്കെ പറഞ്ഞു, എവരിബഡി ഹാവ് ദ ക്യാരക്ടർ ഫ്ലോ ദാറ്റ് ബ്രേക്ക് ഔട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന നമ്മുടെ വൈകല്യങ്ങൾ പുറത്തു വരും. അതുപോലെ അല്ല ഇത് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു സമൂഹത്തെ കൂടെ കൊണ്ടുപോകാതെ ഒഴിവാക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. താങ്ക് യു.